ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗീതു ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുവാണ്. അപ്പോഴേക്കും അവർണികയും എത്തി. രണ്ടുപേരും ഒരുമിച്ചെത്തി. അപ്പോൾ അവർണികയോട് ഗീതു ചോദിക്കുക, എന്താ അവർണിക, എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞേ? അത് കേട്ടതും അവർണികയ്ക്ക് കലി കയറി. കാര്യം അറിയാതെ എന്തിനാ വന്നെന്ന് എന്നോട് ചോദിക്കുവാണോ നീ? ഇല്ലെങ്കിൽ കാര്യം അറിയാത്തതുപോലെ അഭിനയിക്കുന്നോ? എന്തിനാ ഗീതാഞ്ജലി എല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിയാത്തതുപോലെ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കുന്നത്? അപ്പോൾ ഗീതു ഞെട്ടലോടുകൂടെ ചോദിക്കുക, എന്താ, എനിക്കൊന്നും മനസ്സിലായില്ല. വേണ്ട, എൻ്റെ മുൻപിൽ നാടകം കളിക്കണ്ട. ഇനിയെങ്കിലും ഞാൻ നിൻ്റെ മുൻപിൽ കൈ തൊഴുത് ചോദിക്കുക, എനിക്കെൻ്റെ ഭർത്താവിനെ വിട്ടു തരണം. എൻ്റെ കിച്ചുവിനെ എനിക്ക് വേണം. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ എനിക്ക് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ടതും, എന്താ അവർണിക ഈ പറയുന്നേ? കിഷോറിനെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നോ? എനിക്കെന്തിനാ തൻ്റെ കിഷോറിനെ? വേണ്ട, കൂടുതൽ നാടകം കളിയൊന്നും വേണ്ട. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. വേണ്ടായിരുന്നു, എന്നോടിത് വേണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നില്ല താൻ ഇങ്ങനെ ഒരു ദുഷ്ടത്തിയാണെന്നും ഇത്രയ്ക്കൊരു വൃത്തികെട്ട പെണ്ണാണെന്നും. അവർണിക, മതി, നിർത്ത്. ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഒരാളെ വെറുക്കുന്നുണ്ടെങ്കിൽ അത് അവനെയാണ്, കിഷോറിനെ. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും എനിക്ക് അവൻ്റെ കൂടെ നടക്കാൻ പറ്റുമോ? അവനെ സ്നേഹിക്കാൻ പറ്റുമോ? താൻ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവർണിക. അത് കേട്ടതും, ഞാൻ പറയുന്നത് എന്താണെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഒരു ചോദ്യമേ ചോദിക്കുന്നുള്ളൂ, എൻ്റെ കുഞ്ഞിന് വേണ്ടിയേ ചോദിക്കുന്നുള്ളൂ. എനിക്ക് എൻ്റെ ഭർത്താവിനെ വേണം, അവനെ എനിക്ക് വിട്ടു തരണം എന്നും പറഞ്ഞുകൊണ്ട് അവർണിക കൈകൂപ്പി നിൽക്കുക. അത് കണ്ടുകൊണ്ടും ഗോവിന്ദ് കാറിൽ നിന്ന് ഇറങ്ങി വരിക. അവർണിക എന്താ പറഞ്ഞു വരുന്നേ? ഒന്നും മനസ്സിലായില്ല. എൻ്റെ കിഷോറിനെ എനിക്ക് വേണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കിഷോറിനെ വേണമെന്നോ? കിഷോറിനെ എന്താ ഗീതു പിടിച്ചു വെച്ചിരിക്കുകയാണോ? ദാ സാറിൻ്റെ ഗീതാഞ്ജലി തന്നെ പിടിച്ചു വെച്ചിരിക്കുക. എനിക്കതിൽ ഒരു സംശയമില്ല. അവർണിക, താൻ ഓഫീസിൽ വെച്ചു എന്നോട് ഇതുപോലെ പറഞ്ഞു. ഞാനത് വിശ്വസിച്ചില്ല. ഇപ്പോഴും ഞാൻ വിശ്വസിക്കില്ല. എൻ്റെ ഗീതുവിനെ എനിക്ക് വിശ്വാസമാണ്, മനസ്സിലായോ എന്നും അവർണികയോട് പറയുകയാണ്. എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് സാർ. ഗീതാഞ്ജലിയും കിഷോറും തമ്മിലുള്ള സംസാരമൊക്കെ എൻ്റെ കയ്യിൽ തെളിവ് സഹിതമുണ്ട്. എന്നാൽ താനതൊന്ന് കാണിക്ക് എന്നും ഗീതു. അത് കേട്ടതും, ഞാനത് കാണിച്ചാൽ നാറിപ്പോകും ഗീതാഞ്ജലി എന്നും അവർണിക. ഇങ്ങനെ രണ്ടുപേരും പരസ്പരം മാറി മാറി പറയുക. അവർണിക, താൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. തന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. എന്തായാലും താനീ ചെയ്തത് ശരിയായില്ല. എനിക്കിതൊട്ടും സഹിക്കാൻ പറ്റാത്തതാ. കിഷോറിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ താൻ എൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോഴും അവനൊരു ചതിയനാണെന്നും അവനെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാന്നും ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അവനാണെന്നും ഒക്കെ പറഞ്ഞിട്ടും തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇനി നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല. ഒരിക്കലും നിലനിൽക്കില്ല. അത് കേട്ടതും, എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ കിച്ചുവിനെ എനിക്ക് കിട്ടിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവർണിക ഗീതുവിനെ കുറ്റപ്പെടുത്തുക. ഇത് കേട്ടതും, അവൻ തനിക്ക് തന്ന തെളിവെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഇനി ജീവിച്ചിരിക്കാൻ അവൻ അർഹതയില്ല. അവനെ ഞാൻ കൊല്ലും, എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് നേരെ കാറും എടുത്തുകൊണ്ട് പോയി കിഷോറിനെ കണ്ടു. കിഷോറിനെ കണ്ടതും കിഷോറിനെ പൊക്കിയെടുത്ത് പറത്തിയെടുത്ത് ഒരൊറ്റ ഏറ്. കിഷോർ പറന്നു പോയി ദാ കിടക്കുന്ന ഒരു കല്ലിൽ. എടാ, എൻ്റെ ഭാര്യയെ നീ തെറ്റുകാരിയാക്കുവാണല്ലേ? മറ്റുള്ളവരുടെ മുൻപിൽ എൻ്റെ ഭാര്യയെക്കുറിച്ച് കുറ്റം പറഞ്ഞ് അവളുടെ പേര് കളയാൻ നടക്കുവാണല്ലേ? സമ്മതിക്കില്ലടാ ഞാൻ. എൻ്റെ ഭാര്യ അങ്ങനെയൊന്നും ചെയ്യില്ലടാ. എൻ്റെ ഗീതുവിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അടിയോടടി. സാർ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഗീതുവും ഞാനും ഇപ്പോഴും ബന്ധമുണ്ട്. അത് കേട്ടതും, നിർത്തടാ നാറി. നീയും ഗീതുവും തമ്മിൽ എന്ത് ബന്ധമുള്ളതെന്ന് എന്നോട് നീ പറയണ്ടടാ. എനിക്കറിയടാ. ഗീതുവിന് നീയെന്ന് വെച്ചാലേ കാലനെ പോലെ നിന്നെ അവൾ എന്താ പറയുക, ശത്രുവായിട്ടാടാ കാണുന്നത്. നിന്നെ ഒരിക്കലും അവളിനി സ്നേഹിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ? നീ ചെയ്ത കാര്യങ്ങളൊന്നും അവൾക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാ. എന്നിട്ട് വീണ്ടും വീണ്ടും എൻ്റെ ഗീതുവിനെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ നീ ജീവിച്ചിരിക്കണ്ടാ, ചാകടാ പന്നി എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കിഷോറിനെ എടുത്തിട്ട് അടിക്കുക. എന്നിട്ട് കിഷോറിനെ ഒരു കല്ലിലേക്ക് തള്ളിവിട്ടിട്ട് ആ കല്ലിൽ ചാരിക്കിടന്ന കിഷോറിൻ്റെ മേത്ത് കയറിയിരുന്ന് കിഷോറിൻ്റെ കാതിനിട്ടും മുഖത്തിട്ടും മൂക്കിനിട്ടൊക്കെ കുത്തുക. അപ്പോഴേക്കും, അയ്യോ എന്നെ തലല്ലേ സാറേ എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ ഭയങ്കര നിലവിളി. അതും ഉറക്കത്തിൽ സ്വപ്നത്തിൽ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. അവർണിക എഴുന്നേറ്റിരുന്ന് നോക്കുക. കാര്യമായിട്ട് ആരുടെയോ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു എന്നും ആലോചിച്ചുകൊണ്ട് അവർണിക ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും കിഷോറിന് അടികൊള്ളുക. എൻ്റെ ഗീതുവിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഇനി ഞാൻ നിന്നെ ജീവനോടെ വിടില്ല, പച്ചയ്ക്ക് കത്തിക്കും, ചാകട എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ ഇടി. ആ ഇടിയിൽ കിഷോർ ചാരി നിന്ന പാറയിൽ നിന്ന് തെറിച്ച് വീണത് കട്ടിൻ്റെ മുകളിൽ നിന്ന് ഉരുണ്ട് വീണ് കിഷോർ, അയ്യോ അമ്മേ എൻ്റെ കൈ പോയി എന്നും പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ സ്വപ്നമായിരുന്നു. അപ്പോൾ അവർണിക നോക്കുക, എന്താ ആരുടെയോ കയ്യിൽ നിന്ന് കാര്യമായിട്ട് കിട്ടിയല്ലേ? വെളുപ്പാങ്കാലത്തെ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാ.
എന്തായാലും ഈ സ്വപ്നം ഫലിക്കും, കാര്യമായിട്ട് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മേടിക്കും, അത് ഉറപ്പാ എന്നും പറഞ്ഞ് അവർണിക മൂടി പൊതിച്ച് കിടന്നുറങ്ങി. ഈ സമയം കിഷോർ എല്ലാ സമാധാനവും പോയല്ലോ, ഇതൊരു സ്വപ്നമായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ്. ഗോവിന്ദ ഉറക്കമുണർന്നിരിക്കുക. അപ്പോഴേക്കും ഗീതു ചായയും കൊണ്ടുവന്നു. ഭയങ്കര സന്തോഷത്തിലാണ് ഗീതു ചായയും കൊണ്ടുവന്നത്. ഗീതു, ഞാനിന്ന് നിന്നോടൊരു കാര്യം പറയാൻ കാത്തിരിക്കുമായിരുന്നു. എന്താ കണ്ണേട്ടാ? അതെ, ഇന്ന് ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വെളുപ്പാങ്കാലത്ത് ഏകദേശം ഒരു 5 മണി ഉണ്ടാവും. ആ സമയത്ത് ഒരു വെളിച്ചം എൻ്റെ നേരെ ഇങ്ങനെ വന്നു. അതിനുശേഷം അത് പതുക്കെ പതുക്കെ അങ്ങനെ പോയി. എന്ത് രസമായിരുന്നു ആ വെളിച്ചം ഞാൻ കണ്ടപ്പോൾ. ഞാൻ ഈ ലോകത്തൊന്നും അല്ലായിരുന്നു, ഏതോ ഒരു ലോകത്ത്, സ്വർഗത്തിലാണെന്ന് തോന്നുന്നു. അവിടെ പോയി ഞാൻ ഒരുപാട് എല്ലാ കാഴ്ചകളും കണ്ടു. അതൊരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു ഗീതു. ആ കാഴ്ച കണ്ടപ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. ഏതോ ഒരു വെളിച്ചം സ്വർഗത്തിൽ നിന്നും എൻ്റെ നേരെ വരുന്നത് പോലെ എനിക്ക് തോന്നിയത്. അത് കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി ഗീതു. ഈശ്വര, ഞാനാണ് ലൈറ്റ് അടിച്ചുകൊണ്ട് വന്നെന്നെങ്ങാനും ഈ മനുഷ്യൻ അറിഞ്ഞാൽ തീർന്നു. അപ്പോൾ ഗീതു, ആണോ? എന്നിട്ടെന്താ? ആ വെളിച്ചം എൻ്റെ നേരെ നിന്നു. ഞാൻ കണ്ണ് തുറന്നു നോക്കി, അതിനെ നോക്കി ചിരിച്ചപ്പോഴേക്കും അതെന്നിൽ നിന്നും അകന്നകന്ന് പോയി ഗീതു. കുറച്ചു നേരം കൂടെ ആ വെളിച്ചം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഗീതു അവിടെ ഇരിക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് നേരം കൂടെ ഞാൻ ആ വെളിച്ചടിച്ചത് നിങ്ങളുടെ മുന്നിൽ നിന്നിരുന്നെങ്കിൽ തീർന്നാനായിരുന്നു. പിന്നെ എനിക്ക് തെറി കൊണ്ട് അഭിഷേകമായിരുന്നു തന്നെയായിരുന്നു. നീ എന്താ ഗീതു പിറുപിറുക്കുന്നേ? അല്ല, ആ വെളിച്ചം 1 മിനിറ്റ് കൊണ്ട് കണ്ണേട്ടൻ്റെ മുൻപിൽ നിന്ന് പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് പിറുപിറുത്തതാ. അത് കേട്ടതും 1 മിനിറ്റ് കൊണ്ട് ആ ലൈറ്റ് എൻ്റെ മുന്നിൽ നിന്ന് പോയിന്ന് നീ എങ്ങനെ അറിഞ്ഞു? അത് പിന്നെ ഈ ആകാശത്തുനിന്ന് വരുന്ന വെളിച്ചമൊക്കെ 1 മിനിറ്റൊക്കെ അല്ലേ ഉണ്ടാവൂ, അത് ആലോചിച്ച് പറഞ്ഞതാ. അതെ ഗീതു, അതെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എന്നാലും 1 മിനിറ്റ് കൊണ്ട് അതെൻ്റെ മുന്നിൽ നിന്ന് മാഞ്ഞു പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം എന്നൊക്കെ പറയാം. സാരമില്ല. അതേ, അതിനേക്കാളും വലിയൊരു കാര്യം എനിക്കിന്ന് പറയാനുണ്ട്. ഇന്ന് എൻ്റെ കണ്ണേട്ടനുമായിട്ട് എനിക്ക് അടിച്ചു പൊളിക്കണം എൻ്റെ പൊന്നേ എന്നും പറഞ്ഞ് ഗീതു ഗോവിന്ദനെ ചേർത്ത് പിടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കാതെ പെട്ടെന്ന് കുളിച്ച് റെഡിയായി വാ, ഇന്ന് ഒരു വലിയ സർപ്രൈസ് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്ത് സർപ്രൈസ്? അതൊക്കെ പറയാം, വാ. ഇന്ന് കണ്ണേട്ടൻ സ്വർഗത്തിൽ പോയി ആ ലൈറ്റൊക്കെ കണ്ടെന്നുള്ള സന്തോഷത്തിനേക്കാൾ വലിയ സന്തോഷത്തിലാണ് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ഡാൻസും കളിച്ച് ഗോവിന്ദനെ ഒരു കണ്ണടച്ച് കാണിച്ചിട്ട് അവിടെ ഒന്ന് പോവാം. ഇവക്ക് എന്താ പറ്റിയേ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്തായാലും അവൾ നല്ല ഹാപ്പിയില്ല എന്നും പറഞ്ഞ് ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം വെളിയിലേക്ക് പോയ ഗീതു രേഖയും കാഞ്ചനയും ഇങ്ങനെ നിൽക്കുന്ന കാണുക. എന്ത് പറ്റി കാഞ്ചനക്ക? അത് പിന്നെ ഗീതു, കാഞ്ചനക്ക ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന്. അതെന്താ കാഞ്ചനക്ക? ഗീതു പാപ്പാ, ഇങ്ങൊരു പെരിയ പേയ് ഇരിക്കുത്. പേയോ? അതെന്താ? പേയെന്ന് പറഞ്ഞ പ്രേതം. പ്രേതോ? അതെങ്ങനെ കാഞ്ചനക്ക കണ്ടു? இன்னைக்கு காலையிலே நான் தூங்கி எழுந்திரிச்சு வரும்போது உங்கள் ரூமுக்குள்ளே இருந்து ஒரு வெளிச்சம் வந்துச்சு. அந்த வெளிச்சம் மெதுவாக என் பக்கத்தில் வந்து என்னை பார்த்து சிரிச்சிருச்சு. വെളിച്ചം ചിരിച്ചോ? എന്തൊക്കെയാ കാഞ്ചനക്ക ഈ പറയുന്നേ? അതെ, ഞാൻ കണ്ടതാ, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അത് പേയ്താ. എനക്ക് തെരിയും ഞാനെങ്കിൽ ഇരുക്ക മാട്ടേ, ഞാൻ പോരെ. എന്നിട്ടെന്താ ഉണ്ടായേ? എന്നിട്ടെന്താ? അത് ചിരിച്ചപ്പോഴേക്കും ഞാൻ ബോധം കെട്ട് വീണു. അപ്പം പിന്നെ ആ വെളിച്ചം ഈ മേളിൽ നിന്ന് ചാടി ചത്ത് കാണും. ഗീതു, പണ്ട് ഇതുപോലെ എൻ്റെ വീട്ടിലും ഇടിമിന്നൽ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഒരു വെളിച്ചം വന്ന് തെങ്ങും കത്തിപ്പോയി, വീടും കത്തിപ്പോയി. അത് കേട്ടതും അപ്പം അങ്ങനെയുള്ള വെളിച്ചമല്ലോ ആയിരിക്കും. ഈ സമയം അത് കേട്ടോണ്ട് ഗോവിന്ദൂര, കാഞ്ചന, എത്ര മണിക്കാണ് കാഞ്ചന ആ വെളിച്ചം കണ്ടത്? അത് കേട്ടതും, ദേവ വന്നടാ ഈശ്വര, ഇനിയിപ്പോൾ എല്ലാം കണ്ടുപിടിക്കുമെന്ന് തോന്നുന്നേ. ഇങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ല നേരം വിളിക്കേ. ഏതാണ്ട് ഒരു 5:30 മണി ഇരിക്കും മാമ. ആ ടൈമിൽ തന്നെയാണ് ഞാനും ആ വെളിച്ചം കണ്ടത്. എന്തായാലും അതെന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കാഞ്ചന. ഞാനും ആ വെളിച്ചം കണ്ടു. എൻ്റെ കണ്ണേട്ടാ, ഒന്ന് പോയി കുളിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ അങ്ങ് പറഞ്ഞു വിടുക. ഈ സമയം കാഞ്ചനക്ക, എന്തായാലും ഇവിടെ പ്രേതവും ഭൂതമൊന്നുമില്ല, കാഞ്ചനക്ക പോയിക്കേ, ആരെങ്കിലും ടോർച്ച് അടിച്ചുകൊണ്ട് വന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഗീതു കാഞ്ചനെ സമാധാനിപ്പിക്കുകയാണ്. ആണോ? ആണ്. ഇനി ചിലപ്പോൾ പ്രേതമാണെങ്കിലും പറയാൻ പറ്റില്ല. കടവുളെ, പേയാർന്ന ഞാൻ പോരെ. അങ്ങനെയൊന്നും പോകണ്ട. എന്തിനാ പേടിച്ചു പോകുന്നത്? ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇല്ലേ? കാഞ്ചനക്കയെ മാത്രം എന്തിനാ അത് തേടി വരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ പറയുക. അപ്പോഴേക്കും അത് ശരിയാണല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ അതേ പ്രേതം. അപ്പോൾ കാഞ്ചന, അയ്യോ എങ്കെ. അപ്പോൾ ഗീതുവും ഗോവിന്ദനും ചിരിക്കുക. ഈ സമയം ഗോവിന്ദൻ അങ്ങ് പോയി. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോവുക. എന്തായാലും ധ്യാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ളവരുടെ സംശയവും രഞ്ജു മൂലം ഉണ്ടായിരുന്ന എല്ലാ സങ്കടവും വിഷമങ്ങളും ഒക്കെ മാറും. എന്തായാലും എനിക്ക് സന്തോഷമായി. രഞ്ജു ഒരിക്കലും കണ്ണേട്ടൻ്റെ സ്വന്തം അല്ലല്ലോ എന്നോർത്ത് എനിക്കിപ്പം ഭയങ്കര സന്തോഷമുണ്ട്. ഈ സന്തോഷം ഞാൻ ഒരുപാട് ആഘോഷിക്കും.
എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്ന ഭദ്രനെയാണ്. കയ്യിൽ 1,00,000 രൂപയും പിടിച്ചുകൊണ്ട് ഭദ്രൻ കിഷോറിനെ ഫോൺ വിളിക്കുക. ഹലോ, എന്താ അങ്ങളെ? എടാ മോനെ, 1,00,000 രൂപ തന്നിട്ട് നിനക്ക് വേണ്ടി ജോലി ചെയ്യാനാണ് നീ കരുതിയത് അല്ലേ? പക്ഷെ ഒരിക്കലും ഞാനത് ചെയ്യില്ലടാ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, 1,00,000 രൂപയൊന്നും എനിക്ക് പോരാ. എന്നെ കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ചിട്ട് എൻ്റെ മോളെയും അവളുടെ ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി എൻ്റെ ഭാര്യയെ കൊണ്ട് ഫോൺ വിളിപ്പിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യിച്ചിട്ട് നീ എനിക്കെന്താ 1,00,000 രൂപ നക്കാപ്പിച്ചാണോ തരുന്നത്? അത് കേട്ടതും അങ്കിൾ എത്രയോ പ്രതീക്ഷിക്കുന്നേ? എനിക്കൊരു 1 കോടിയെങ്കിലും കിട്ടണം അങ്കിളെ. എനിക്കിപ്പോൾ ഗീതുവിനെ അവരെയും തമ്മിൽ പിരിച്ചാൽ തരാമെന്ന് പറഞ്ഞത് 1 കോടിയാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് കാശ് കിട്ടും, 10 കോടി കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ അങ്കിൾ ആഗ്രഹിക്കുന്ന പൈസ ഞാൻ തരാം. അത് പക്ഷേ ഇപ്പോഴല്ല, എനിക്ക് കിട്ടുന്നതിൻ്റെ 1% ഞാൻ തരുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, എൻ്റെ കൂടെ നിന്നാൽ മാത്രം, ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മാത്രം, അങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ തരൂ. അത് കേട്ടത് നീ എന്താടാ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? ഈ ഭദ്രനെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ല. എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഈ ഭദ്രൻ അത് ചെയ്തിരിക്കും. എടാ മോനെ കിഷോറെ, നിന്നെക്കാളും ഒരുപാട് ഓണം ഉണ്ടവനാടാ ഞാൻ. നീയേ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്താലേ നിന്നെ ഞാൻ അതിനേക്കാളും വലുതായിട്ട് ചെയ്യും. ഡബിൾ മടങ്ങായിട്ട് ഒരുത്തന്നെ നശിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് തീരുമാനിച്ചതാ. പിന്നെ എന്തൊക്കെ വിചാരിച്ചാലും ശരി, നീ ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഒരാളെ നശിപ്പിക്കണമെന്ന് ഒരുമ്പിട്ടിറങ്ങിയാൽ പിന്നെ ഞാൻ അത് ചെയ്തിരിക്കും, മനസ്സിലായോ? അത് കേട്ടതും കിഷോർ ആലോചിക്കുകയാണ്. ഈശ്വര, വലിയൊരു കെണിയിലാണല്ലോ ചെന്ന് ചാടിയത്. ഈ ഭദ്രനെ എങ്ങനെ സമാധാനിപ്പിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്കിള് പേടിക്കണ്ട, ഞാൻ തരാമെന്ന് പറഞ്ഞല്ലോ. എന്തായാലും കുറച്ചുകൂടെ സഹിക്ക്. എനിക്ക് കിട്ടുന്നതിൻ്റെ 1 വിഹിതം ഞാൻ അങ്കിളിന് തന്നിരിക്കും. നിർത്തട, നക്കാപ്പിച്ച കാശ് നിൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കും കൊണ്ടേ കൊടു. എനിക്ക് 1 കോടി കിട്ടണം. എന്നാൽ മാത്രമേ ഞാൻ നിന്നോടൊപ്പം നിൽക്കും. ഇല്ലെങ്കിൽ ഞാൻ ചെന്ന് എല്ലാം ഗോവിന്ദനോട് തുറന്നു പറയും. ഗീതുവിനെയും ഗോവിന്ദനെയും തമ്മിൽ പിരിക്കാൻ കിഷോർ കളിച്ച കളിയാണിതെന്ന് ഞാൻ പറഞ്ഞ് മാപ്പ് സാക്ഷിയാകുകയും ചെയ്യും. ഇത് കേട്ടതും കിഷോർ ഞെട്ടി. അപ്പോൾ അവർണിക ബാക്കിൽ വന്ന് നിൽക്കുക. കാര്യം പറയാൻ വേണ്ടി കിഷോർ തിരിഞ്ഞപ്പോഴേക്കും അവർണികയെ കണ്ടു. അവർണികയെ കണ്ടതും കിഷോർ പതുക്കെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്നും പോകുമ്പോൾ കിഷോർ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അവർണികയ്ക്കാണെങ്കിൽ അത് കണ്ടപ്പോൾ സങ്കടം കൂടി. ഈശ്വര, ഇവൻ വീണ്ടും ഗീതാഞ്ജലി വിളിക്കുമെന്ന് തോന്നുന്നേ എന്നും ആലോചിച്ചുകൊണ്ട് അവർണിക ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴേക്കും വിലാസിനി വന്നിട്ട് ഈ മനുഷ്യൻ്റെ കയ്യിൽ എങ്ങനെ ഇത്രയും പണം വന്നത്? എങ്ങനെയെങ്കിലും അതിൽ നിന്നൊരു 50,000 രൂപ തട്ടിയെടുത്തേ മതിയാവും എന്നും പറഞ്ഞ് നമ്മുടെ വിലാസിനി നേരെ അങ്ങോട്ട് ചെല്ലുക. ഭദ്രേട്ട, എന്താ വിലാസിനി? കണ്ടോ, ഇത് മുഴുവനും എനിക്ക് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി എഴുതി തന്നിരിക്കുന്ന ചീട്ട. എനിക്ക് ചെക്കപ്പ് ചെയ്യണം, 50,000 രൂപ 50,000 രൂപയെ? എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. ഇത് എന്ത് വർത്താനാ ഭദ്രേട്ടൻ്റെ കയ്യിൽ കാശുണ്ടല്ലോ, ഞാൻ കണ്ടു. ഇല്ല വിലാസിനി, എൻ്റെ കയ്യിൽ കാശില്ല. ഭദ്രേട്ടൻ കള്ളം പറയുക. ഭദ്രേട്ടൻ്റെ കയ്യിൽ കാശുണ്ട്, ദേ ഇരിക്കുന്നു കാശ് എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനി പൈസ കാണിക്കുക. അങ്ങനെ കാശുണ്ടെങ്കിലേ നീയേ കൂടുതലൊന്നും ചോദിക്കണ്ട, ഞാൻ തരത്തില്ല. എൻ്റെ പൈസ കൊണ്ട് നീ 50,000 രൂപയുടെ ചെക്കപ്പ് ഒന്നും നടത്തണ്ട, വെറുതെ ഓരോന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുക. അയ്യോ ഇല്ല ഭദ്രേട്ടാ, ഞാൻ നുണ പറയുന്നതല്ല. എനിക്ക് 50,000 രൂപ ഉണ്ടെങ്കിലേ ചികിത്സിക്കാൻ പറ്റൂ. മനുഷ്യ, എൻ്റെ ഈ തലവേദനയ്ക്ക് കാരണം നിങ്ങൾ ഒറ്റൊരുത്തനാ. ഏതു നേരവും നിങ്ങൾ എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് വേണ്ട ഭദ്രേട്ട, എനിക്ക് 50,000 രൂപ താ ഭദ്രേട്ട. ഞാനൊന്ന് ആശുപത്രിയിൽ പോയി ചികിത്സിച്ചോട്ടെ, ഒരു കണ്ണട മേടിച്ച് ഇട്ടോട്ടെ ഭദ്രേട്ട. 50,000 രൂപ പോയിട്ട് നിനക്ക് 1 രൂപ പോലും കിട്ടില്ല. ഇത് ഒരു കാര്യത്തിന് വേണ്ടി വെച്ചിരിക്കുക, അത് നിനക്ക് തരത്തുമില്ല. അപ്പോൾ ഭദ്രേട്ടൻ എന്നെ വേണ്ടെന്നാണോ അർത്ഥം? തലയിൽ തൊട്ട് സത്യം ചെയ്തു എന്ന് കരുതി 50,000 രൂപ പ്രതിഫലം ചോദിക്കാനൊന്നും കരുതണ്ട, ഞാൻ തരില്ല വിലാസിനി. പിന്നെ എൻ്റെ കയ്യിൽ കുറേ കോടികളുണ്ടെങ്കിൽ ഇഷ്ടം പോലെ തലവേദനയൊന്നും ഇല്ലാത്ത പെണ്ണുങ്ങളെ എനിക്ക് കിട്ടും, നല്ല കൊച്ചു പെൺപിള്ളേരെ. അവരെ വെച്ച് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ എഴുന്നേറ്റ് പോവുക. ഷെടാ, ഈ മനുഷ്യനെ അങ്ങനെ ഇത്ര പെട്ടെന്ന് മാറിയേ? അങ്ങനെ ഈ മനുഷ്യനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിലാസിനെ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും പ്രിയ വരിക. അമ്മേ, എന്തൊരു കഷ്ടം അമ്മേ, ഞാനാ ഏത് നേരവും അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മ എന്താ ഇപ്പം അടുക്കളയിലേക്ക് തിരിഞ്ഞു പോലും നോക്കാത്തെ? എന്തോരം പണിയാണ് അടുക്കളയിൽ, എനിക്ക് വയ്യ ഒറ്റയ്ക്ക് ചെയ്യാൻ. മോളെ, അമ്മയ്ക്ക് തീരെ വയ്യ മോളെ. ഇത് കണ്ടോ, ചെക്കപ്പ് നടത്താൻ ഡോക്ടർ എഴുതി തന്നിരിക്കുക. ഏത് നേരവും തലവേദന മാത്രമേ ഉള്ളൂ. അത് കേട്ടതും അമ്മ പണിയെടുക്കാതിരിക്കാൻ വേണ്ടി ഓരോന്ന് പറയുമല്ലേ? ഞാൻ വിശ്വസിക്കില്ല അമ്മേ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അമ്മ നുണ പറയുക, അമ്മയ്ക്ക് ഒരു തലവേദനയില്ല. കണ്ണട മേടിക്കാനാണെന്നും പറഞ്ഞ് 2,000 രൂപ മേടിച്ചുകൊണ്ട് പോയി പുട്ടടിച്ചിട്ട് ഇപ്പോൾ വീണ്ടും 50,000 രൂപ വേണമെന്ന് പറയുവാണോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. 50,000 രൂപയുടെ കണ്ണടയൊന്നും ആരും വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.
എന്തായാലും അമ്മയ്ക്ക് കാശ് കൊടുക്കരുതെന്ന് ഞാൻ ഗീതുവച്ചിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി 1 രൂപ പോലും ഗീതുവച്ച് അമ്മയ്ക്ക് തരില്ല. അത് കേട്ടതും ഞെട്ടി വിലാസിനെ നോക്കുകയാണ് പ്രിയെ. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, നമ്മുടെ കിഷോറിന് ഇനി കണ്ടകശരിയാണ്, കൊണ്ടേ പോകൂ. ഗോവിന്ദ് എല്ലാ സത്യങ്ങളും അറിഞ്ഞ കിഷോറിനെ കൊല്ലും എന്നുള്ള കാര്യം ഉറപ്പായി. അപ്പോൾ തീർച്ചയായിട്ടും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.